ഇടുക്കി തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജ് കെട്ടിടത്തിന് മുകളിൽ വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ ഭീഷണി തുടരുന്നു. മാർക്ക് ദാനത്തിനെതിരെ സമരം ചെയ്തവരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ആത്മഹത്യാ ഭീഷണി. പ്രിൻസിപ്പലിനെതിരെ നടപടിയെടുക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഉള്ളത്. തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി ഇടുക്കി സബ് കളക്ടർ അരുണസ് നായർ ഇപ്പോഴും ചർച്ച നടത്തുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ, എന്താണ് വിദ്യാർത്ഥികളുടെ നിലപാട്? ചർച്ച പുരോഗമിക്കുകയാണോ? ഈ സംഭവത്തിൽ എങ്ങനെ അനുനയത്തിലെത്താമെന്നാണ് കരുതുന്നത്? സുഹൈൽ, സമരം 7 മണിക്കൂറിനോട് അടുക്കുകയാണ്. വിദ്യാർത്ഥികൾ ഇപ്പോഴും ഈ കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അവരവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പ്രിൻസിപ്പൽ രാജിവെക്കണം, അല്ലെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യണം എന്നതാണ് ഈ വിദ്യാർത്ഥികൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരമൊരു പ്രതിഷേധം ഉണ്ടാകാൻ ഇടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് കോളേജിലെ എക്സാമുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടിക്ക് മാത്രം ഇന്റേണൽ മാർക്ക് അനധികൃതമായി കൊടുത്തു. അർഹതയില്ലാതിരുന്നിട്ടും അവർക്ക് അനധികൃതമായി മാർക്ക് കൊടുത്തു എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ കോളേജിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. കഴിഞ്ഞ 4 ദിവസമായി പ്രതിഷേധം തുടർന്നു വന്നിരുന്നു. പക്ഷേ ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത 7 കുട്ടികൾക്കെതിരെ ഇന്ന് കോളേജ് പ്രിൻസിപ്പൽ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചു. അതിന് പിന്നാലെയാണ് ഇത്ര വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, റാഗിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സസ്പെൻഷൻ നടപടി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവരുടെ ഈ പ്രതിഷേധം തുടങ്ങി, അതായത് ഈ കോളേജ് കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ടായിരുന്നു പ്രതിഷേധം. 7 കുട്ടികളും ഈ കെട്ടിടത്തിന് മുകളിൽ കയറുകയും ചെയ്തു. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റ് സഹപാഠികളും ഇങ്ങോട്ടേക്ക് കയറുകയും ഇവിടെ ചുറ്റിനും കൂടുകയും ചെയ്തു. എന്തായാലും ഈ പ്രതിഷേധം മണിക്കൂറുകൾ നീണ്ടതോടുകൂടിയും കോളേജ് മാനേജ്മെന്റുമായും പോലീസും അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രതിനിധികളും സംസാരിച്ചതിന്റെ ഫലമായി സസ്പെൻഷൻ നടപടി പിൻവലിച്ചു. പക്ഷേ ഈ വിദ്യാർത്ഥികൾക്ക് അത് മാത്രം പോരാ. ഇത്തരം ഒരു സാഹചര്യം, അതായത് ഈ മാർക്ക് ദാന വിവാദത്തിൽ ആരോപണ വിധേയമായിട്ടുള്ള പ്രിൻസിപ്പാളിനെ കോളേജിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ സസ്പെൻഷൻ നടപടിയെങ്കിലും കൊടുക്കുകയോ ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇവർക്കെതിരെ വീണ്ടും ഈ സമവായത്തിലെത്തി കോളേജിലേക്ക് തിരികെ വരുന്നു ആ പ്രിൻസിപ്പാൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇവർക്കെതിരെ, ഈ വിദ്യാർത്ഥികൾക്കെതിരെ വീണ്ടും ഒരു പ്രതികാര നടപടി ഉണ്ടായേക്കും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. മാത്രമല്ല, അർഹമായ ഇന്റേണൽ മാർക്ക് കിട്ടാത്തത് കൊണ്ട് പല കുട്ടികളും പരീക്ഷയിൽ പരാജയപ്പെട്ടു പോയൊരു സാഹചര്യം പോലും ഉണ്ട് ഈ പ്രിൻസിപ്പാളിന്റെ നടപടി കാരണമെന്നാണ് ഇവർ പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ രാജി അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ നടപടി പ്രിൻസിപ്പാളിനെതിരെ ഉണ്ടാകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിൽ എന്തായാലും ജനപ്രതിനിധികൾ, ഇടുക്കി MP ഇവിടെ എത്തി സംസാരിച്ചിരുന്നു, കുട്ടികളുമായി സംസാരിച്ചിരുന്നു. മാത്രമല്ല, മന്ത്രി ആർ ബിന്ദു ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. മന്ത്രി ആർ ബിന്ദു അടുത്ത ദിവസം ഇങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഈ സബ് കളക്ടറുമായി ചർച്ച നടത്തുകയാണ്. ഒരുപക്ഷെ സമവായത്തിലേക്ക് എത്തിയേക്കാം. പ്രിൻസിപ്പൽ ഒരുപക്ഷെ 13 ദിവസത്തെ അവധിയിൽ പ്രവേശിക്കാനുള്ളൊരു സാധ്യത നിലവിൽ കാണുന്നുണ്ട്. എന്തായാലും ചർച്ച പുരോഗമിക്കുകയാണ്. ശരി, ഇന്റേണൽ മാർക്ക് ഇഷ്ടദാനമോ പകരം വീട്ടാനുള്ള ആയുധമോ അല്ല. ഈ അധ്യാപകരുടെ യുക്തി അനുസരിച്ച് നിൽക്കുന്ന ഇന്റേണൽ മാർക്കിലടക്കം കാലോചിതമായ മാറ്റമുണ്ടാകേണ്ട സമയം എന്നോ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു.